നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തവും സുദൃഢവുമായി കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിന്മേൽ വലിയൊരു ചർച്ചയിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെയും ചില കാര്യങ്ങൾ നമുക്ക് ഭംഗ്യേന്ദ്രേണ സൂചിപ്പിച്ച് പോകേണ്ടതുണ്ട്. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പ്രധാനപ്പെട്ട കാരണം? ഇവിടെ മുസ്ലിം ലീഗിനെ അല്ല കുറ്റം പറയുന്നത്, മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അല്ല നമ്മൾ കുറ്റം പറയുന്നത്. പകരം മുസ്ലിങ്ങളെ മറയാക്കിക്കൊണ്ട് അതിൻ്റെ പിന്നിൽ നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മൗമൂദി സംഘടനയുടെ ഒരു ഉള്ളുകളികളെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ വ്യക്തമായ വാക്കുകളിലൂടെ കൊടുത്തത്. AK ബാലൻ പറഞ്ഞിരുന്നു, AK ബാലനോട് ചോദിച്ചിരുന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ സാങ്കല്പികമായ ഒരു ചോദ്യം, ആ സാങ്കല്പികമായ ചോദ്യത്തിന് അദ്ദേഹം സാങ്കല്പികമായ ഒരു ഉത്തരവുമാണ് പറഞ്ഞത്. AK ബാലൻ തെറ്റു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് ഇങ്ങനെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിനകത്ത് എവിടെയാണ് തെറ്റ്? അങ്ങനെ കാരണം അത്രത്തോളം പ്രാധാന്യം ആ ഉത്തരത്തിന് കുറച്ചധികം വിശദീകരണമുണ്ട്. ആ ഒരു ഉത്തരം നമ്മൾ പറയണമെങ്കിൽ അതിനൊരു കാരണം കൂടിയുണ്ട്. അത്രത്തോളം പ്രാധാന്യം UDF എന്ന് പറയുന്ന മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രധാന കക്ഷി മൗമൂദി സംഘടനയ്ക്ക്, അതായത് ജമാഅത്തെ ഇസ്ലാമിക്ക് നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? അതെ, തീർച്ചയായും അത് തന്നെ. മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. RSS എന്ന് പറയുന്ന ഒരു സംഘടനയോടാണ് ഇടതുപക്ഷത്തിന് എതിർപ്പ്. അതേസമയം ഇവിടുത്തെ ഹിന്ദുക്കളെ എല്ലാവരെയും അകറ്റി നിർത്തുന്ന ഒരു സമീപനവും സംസ്ഥാന സർക്കാരോ പാർട്ടിയോ ഒരു കാലത്തും സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സത്യമല്ലേ? RSS എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരെയാണ്, അല്ലെങ്കിൽ തീവ്ര ഹിന്ദു നിലപാടുകൾക്കെതിരായിട്ടാണ് ഇടതുപക്ഷം എല്ലാ കാലവും നിലനിന്നിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെതിരായി നിലനിന്നിട്ടേയില്ല. എന്നാൽ ഈ RSS ചെയ്തത് എന്താണ്? ഇടതുപക്ഷവും RSSും UDFും ചെയ്തത് എന്താണ്? രണ്ടുപേരും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ തന്നെ ഇവർ രണ്ടുപേരും ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഇടതുപക്ഷ നിലപാടിനെ ജനങ്ങൾക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് RSSനോട് ഇടതുപക്ഷം കാണിക്കുന്ന, CPM കാണിക്കുന്ന എതിർപ്പിനെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ ജനവിഭാഗത്തോടുള്ള എതിർപ്പായി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഈ പറയുന്ന UDFും ഇവിടുത്തെ സംഘപരിവാറുകാരും ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ശബരിമല വിഷയം. ശബരിമലയിൽ സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിയുണ്ട് എന്നതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പിണറായി വിജയനും കൂട്ടരും ചേർന്നുകൊണ്ട് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ മാത്രമായിരുന്നു ശ്രമിച്ചത്. അതല്ലേ വാസ്തവമായി ഉണ്ടായത്. എന്നിട്ട് അതിനെ വലിയൊരു പ്രക്ഷോഭമായി മാറ്റിക്കൊണ്ട് ഹിന്ദുക്കൾക്കും ഹിന്ദുക്കളുടെ വിശ്വാസങ്ങൾക്കും എതിരാണ് സംസ്ഥാന സർക്കാരും പിണറായി വിജയനും എന്നുള്ള ഒരു പൂർണ്ണമായ ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനായിരുന്നു ഈ പറയുന്ന UDF ആണെങ്കിലും RSS ആണെങ്കിലും അല്ലെങ്കിൽ സംഘപരിവാർ ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ ശ്രമിച്ചത്. അതിലേറെക്കുറെ അവർ വിജയിച്ചു എന്നുള്ളത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ നമ്മളോട് പറയുകയാണ്. ഞങ്ങൾ അതിൽ വിജയിച്ചു എന്നുള്ളതിനെക്കുറിച്ചൊരു വിളംബരമായിരുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നും കോൺഗ്രസ്സുകാർ പല പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് പിന്നീട് അവരുടെ ലക്ഷ്യം എന്നുള്ളത് തുടർന്നു വന്ന എല്ലാ സംഭവ വികാസങ്ങളിലും. ഏതൊരു തെരഞ്ഞെടുപ്പുണ്ടെങ്കിലും അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അയ്യപ്പൻ എന്ന് പറയുന്ന ഹിന്ദു ദൈവം തെരുവിൽ വലിച്ചിഴക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഏറ്റവും ഒടുവിൽ ശബരിമല എന്ന് പറയുന്ന അവിടുത്തെ നമ്മുടെ ക്ഷേത്രത്തെ വിപുലമാക്കുന്നതിന് വേണ്ടിയിട്ടും ശബരിമലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആഗോള അയ്യപ്പ സംഗമം വിളിച്ചപ്പോൾ അത് ഹിന്ദു പ്രീണനമാണ്, ഭൂരിപക്ഷ പ്രീണനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ ശരിക്കും UDFും ഇവിടെ ശ്രമിച്ചു എന്നുള്ളതാണ് വാസ്തവം. അതിനും ശ്രമം നടന്നു. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ആരെയാണ് എതിർക്കുന്നത്? ഇവിടെ മുസ്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ അല്ല സർക്കാരും CPMും എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മതരാഷ്ട്രവാദികൾ എന്ന് പരക്കെ പേരുദോഷം കേട്ടിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ആ ഭീകര സംഘടനയ്ക്ക് എതിരെയാണ് CPM നിലനിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ അത് മനസ്സിലാക്കാതെ പോകുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷം അത് മനസ്സിലാക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സമസ്ത പറഞ്ഞല്ലോ. സമസ്ത എന്ന് പറയുന്ന ഒരു മുസ്ലിം സംഘടന തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ലീഗ് ഒരിക്കലും അല്ലെങ്കിൽ ലീഗിലേക്ക് ഇവരെ കൊണ്ട് ലയിപ്പിക്കരുത്, ലീഗിൻ്റെ തത്വങ്ങൾ പോലും ഇവർ കാരണം നശിച്ചു പോകുമെന്നാണ് അവർ പറഞ്ഞത്. കാരണം നമുക്കറിയാം, ഈ സമസ്തയാണെങ്കിലും ലീഗാണെങ്കിലും ഇവിടെ പ്രവർത്തിച്ചു പോരുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് കൃത്യമായ ഒരു സംഘടനാ ബലമുണ്ട്.
ആ സംഘടനാ ബലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ലീഗ് പ്രവർത്തിച്ചു പോരുന്നത്. അതിന് പൊതുവിൽ ഒരു മതേതര സ്വഭാവമുണ്ട്. കെ എം ഷാജിയെയും പി എം എ സലാമിനെയും അങ്ങനെയുള്ള കുറച്ച് പേരെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനീർ സാഹിബും എല്ലാവരും അടങ്ങുന്ന ഒരു വലിയ സംഘം, അല്ലെങ്കിൽ വലിയ ഒരു മതേതര വിശ്വാസികളായ ഒരു പറ്റം നേതാക്കന്മാരടങ്ങുന്ന ഒരു കൂട്ടമാണ് മുസ്ലിം ലീഗ് എന്ന് എവിടെ വേണേലും നമുക്ക് പച്ചയ്ക്ക് പറയാൻ കഴിയും. കെ എം ഷാജി മാത്രമാണ് മതം 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 എന്ന് പറഞ്ഞുകൊണ്ട് തലയ്ക്ക് ചൂട് പിടിച്ച് നടക്കുന്നത്. അത്തരക്കാരെ ഒഴിവാക്കി വിടുക, അത്തരക്കാരെ ചിന്തിക്കുക. അവർക്ക് പറ്റിയത് മൗമൂദിയുടെ ജമാഅത്ത് ഇസ്ലാമിയാണ്. ഇതേ മുസ്ലിം ലീഗ് തന്നെ ഇവിടെ ഉണ്ടാകുന്ന മതസ്പർദ്ധയ്ക്കെതിരായ ഒരു യോഗം 2020 വിളിച്ചു, 2010. അതായത് എന്തിന്? TJ ജോസഫിന്റെ കൈ വെട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായിരുന്ന TJ ജോസഫിന്റെ കൈവെട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു യോഗം വിളിക്കുന്നു മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ. വർഗീയ ലഹളയ്ക്കോ വർഗീയ സ്പർദ്ധയ്ക്കോ ഇവിടെ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് പക്ഷേ ഈ പറയുന്ന മുസ്ലിം ലീഗ് 2 പേരെ ഒഴിവാക്കി നിർത്തിയിരുന്നു. അവരുടെ യോഗത്തിൽ അടുപ്പിച്ചിട്ടേ ഇല്ല മുസ്ലിം ലീഗ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, മുസ്ലിം ലീഗിന്റെ ഒരു മതേതര സ്വഭാവം. അവിടെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും NDF-നെയും ആ ഏരിയയിലേക്ക് അടുപ്പിച്ചിട്ടേ ഇല്ല, അവരുടെ പ്രതിനിധികളെ വിളിച്ചിട്ടേയില്ല. ആ ഭാഗത്തേക്ക് അവരെ കണ്ടുപോകരുത് എന്ന് കൃത്യമായി മുസ്ലിം ലീഗ് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് മുസ്ലിം ലീഗിന് എങ്ങനെയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താം എന്നൊരു ബോധ്യമുണ്ടായത് എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്. അതുവരെ 2010 ആ ഒരു സംഭവം വരെ ജമാഅത്തെ ഇസ്ലാമിക്ക് വിലക്ക് കൽപ്പിച്ചിരുന്ന നേതൃത്വമായിരുന്നു മുസ്ലിം ലീഗിൻ്റെതെങ്കിൽ ഇന്ന് നില മാറി. UDF-ന്റെ മൊത്തത്തിലുള്ള ഒരു നില മുസ്ലിം ലീഗും ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ അംഗീകരിക്കുന്നു. എന്നാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസുമായി സഹകരിച്ചത്? അല്ല, 5 വർഷത്തിന് മുമ്പുണ്ടായിരുന്നു. 5 വർഷത്തിന് മുമ്പ് 2020 അന്ന് UDF കൺവീനർ ആയിരുന്ന MM ഹസൻ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി നേതാവായിരുന്ന അമീറിനെ പോയി കണ്ട് സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്നത് വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് കാരണമായി, രാഷ്ട്രീയമായ ഒരുപാട് വിവാദങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികൾ എന്ന് വെച്ചാൽ അവർക്ക് ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ഇവിടുത്തെ സോഷ്യലിസത്തെക്കുറിച്ചോ ഇവിടുത്തെ മതേതരത്വത്തെക്കുറിച്ചോ സെക്കുലറിസത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കേണ്ട. അവർക്ക് ഈ പറയുന്ന പോലെ KM ഷാജി പറയുന്ന പോലെ മതമാണ് വലുത് എന്ന ചിന്താഗതിയായിരുന്നു അവർക്ക്. അതിനെതിരെയായിരുന്നു ശരിക്കും മുസ്ലിം ലീഗ് ഒരു കാലഘട്ടം വരെ നിലനിന്ന് പോരുന്നത്. എന്നാൽ ഈ UDF എന്ന് പറയുന്ന പോലെ ഏറെക്കാലമായി LDF-നെ പിന്താങ്ങിക്കൊണ്ട് നടന്നവരായിരുന്നോ ജമാഅത്ത് ഇസ്ലാമിക്കാർ? ഒരിക്കലുമല്ല. 1941 അബ്ദുൾ അല്ലാ മൗമൂദിയാണ് ഈ പറയുന്ന ഒരു സംഘടന ആരംഭിക്കുന്നത്. അതായത് RSS രൂപീകരിച്ച് ഏകദേശം 16 വർഷങ്ങൾക്ക് ശേഷം. എന്തായിരുന്നു ഈ പറയുന്ന 1941 എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീണ്ടും 7 വർഷം നമ്മൾ കാത്തിരുന്നു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിൽ RSS എങ്ങനെയാണോ പ്രവർത്തിച്ചു പോരുന്നത് അതേപോലെയുള്ള പ്രവർത്തന ശൈലി തന്നെയായിരുന്നു ഈ പറയുന്ന മൗമൂദി രൂപകൽപ്പന ചെയ്ത ഈ ജമാഅത്ത് ഇസ്ലാമിയുടേത്. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയോ രാഷ്ട്രത്തിന് വേണ്ടിയോ ആയിരുന്നില്ല, മറിച്ച് അവർക്ക് വേണ്ടി മാത്രം, മുസ്ലിമിന് വേണ്ടി മാത്രമായി നിലനിന്ന് പോരുന്ന ഒരു സംഘടന മാത്രമായിരുന്നു ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി. അതിനുശേഷം VP മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന മൗമൂദിയുമായി അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായി മാറുകയും അതിനുശേഷം വളാഞ്ചേരിയിൽ ഒരു പള്ളി സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു അവർ ഉയർത്തിയ മുദ്രാവാക്യം? അവർക്ക് ഉത്തര കേരളത്തിലുള്ള, അതായത് മലബാറിലുള്ള അവിടുത്തെ സോഷ്യലിസ്റ്റിനും കമ്മ്യൂണിസ്റ്റിനും എതിരെയായി പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു. അവരായിരുന്നു ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യ ശത്രുക്കൾ. അങ്ങനെയാണ് അവർ പിന്നീട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏകദേശം 87 അവർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 87 തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന അവർ അവിടെ വോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോഴും അവർ സ്വതന്ത്രമായി വോട്ട് ചെയ്യുന്നു. താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല. അവർ കൃത്യമായി അങ്ങനെ ഇന്ന ഇതൊന്നുമില്ല. ഇടതുപക്ഷം, അതായത് അവരന്ന് വിളിക്കുന്ന മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. അതായത് മാർക്സിസ്റ്റുകാരെല്ലാം ഇവിടെ ഫാസിസ്റ്റുകളാണ്, മാർക്സിസ്റ്റ് ഫാസിസത്തിനെതിരെയാണ് ഞങ്ങൾ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ടാണ് 87 മുതൽ അവർ വോട്ട് ചെയ്ത് തുടങ്ങുന്നത്. ആർക്കനുകൂലമായിട്ടായിരുന്നു? അന്ന് ഈ പറയുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അവർ വോട്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ കാലഘട്ടം മുതൽ, തുടക്ക കാലഘട്ടം മുതൽ തന്നെ ഈ UDF-ന്റെ ഒരു ഭാഗമായി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാലവും ഈ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തുകൊണ്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? അതിനുവേണ്ടി അവരുണ്ടാക്കിയ ഒന്നാണ് വെൽഫെയർ പാർട്ടി.
അവർക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിലനിന്നുകൊണ്ട് ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശക്തിയായി മാറണം. എന്തിനാണെന്ന് ചോദിച്ചാൽ RSSനെ ഹിന്ദു വർഗീയ ഭീകരതയെ തുടച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു തലം. അതായത് രണ്ടിൻ്റെയും നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ, ഒന്ന് RSS ഹിന്ദു ഭീകരവാദം, ഇവിടെ മറ്റൊന്ന് ഇസ്ലാം ഭീകരവാദം. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. ഇവിടെ വേണ്ടത്, ഇവിടെ ഇസ്ലാമിക അല്ലെങ്കിൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയെയും എതിർക്കുമ്പോൾ CPM എതിർത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അല്ല. ആ മുസ്ലിം എന്ന് പറയുന്ന സമൂഹം കേരളത്തിന് ആവശ്യം എന്ന് തന്നെയാണ് പറയുന്നത്. ആവശ്യമായ ഒരു ഗ്രൂപ്പ് തന്നെയാണ്, ഒരു വിഭാഗം തന്നെയാണ്. അവരെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് കേരളത്തിനൊരു ചരിത്രമില്ല. അങ്ങനെ എത്രയോ ചരിത്രകാരന്മാർ പോലും ചരിത്ര പുരുഷന്മാർ പോലും നമ്മുടെ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ട്, സമൂഹത്തിൽ നിന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ പേരുദോഷം കേൾപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന രീതിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ 2010-11 കാലഘട്ടങ്ങളിലൊക്കെയാണ് പിന്നീട് ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതൊന്നും ആയിരുന്നില്ല. ഇടതുപക്ഷത്തിന് അവർ വോട്ട് ചെയ്തു പോയി എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നും അവരൊന്നും ഇതിന് കൊടുത്തിരുന്നുമില്ല. മുന്നണിക്കുള്ളിലേക്ക് ഞങ്ങൾ ഒരു പരസ്യമായ ബാന്ധവത്തിന് തയ്യാറാണ് എന്നുള്ള നിലയിലേക്കൊന്നും ഒരിക്കലും ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടെത്തിക്കാൻ ഒരിക്കൽ പോലും ഇവിടെ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ കാലഘട്ടങ്ങളിലെല്ലാം നമുക്കറിയാം, മാറാട് കലാപം പോലെയുള്ള കോൺഗ്രസ് UDF ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ എത്രയോ വർഗീയ കലാപങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മാറാട് കലാപം തന്നെ അതിൻ്റെ ഉദാഹരണമല്ലേ. അതിനതിൽ NDFകാർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലേ, ലീഗ് പ്രവർത്തകർ അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ലേ? അപ്പം ഈ പറയുന്ന വർഗീയ കലാപങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായതെല്ലാം UDF ഭരിക്കുന്ന കാലഘട്ടത്തിലാണ്. എന്നിട്ട് പോലും ഈ പറയുന്ന CPM ഭരിക്കുന്ന കാലഘട്ടം, ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം എടുത്ത് പരിശോധിച്ചാൽ ഒരിടത്ത് പോലും വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു രാഷ്ട്രീയ ബോധമില്ലാത്ത മതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു ആശയം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോരുന്ന ഇത്തരം സംഘടനകൾ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ട് ചെയ്യുന്നതും ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നതും NDF ചെയ്യുന്നതെല്ലാം ഏറെക്കുറെ ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതിയാണ്. അപ്പുറത്ത് ഹിന്ദു വർഗീയവാദം എന്ന് പറഞ്ഞുകൊണ്ട് RSS അടക്കമുള്ള സംഘടനകൾ ഇവിടെ വലിയ കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ RSSും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിൻ്റെ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് ശക്തികളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രി പറയുന്നത് വളരെ ക്ലിയർ ആണ്. ഇത് ഞങ്ങൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെതിരായിട്ടല്ല ഈ സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെതിരായിട്ടോ മുസ്ലിം ലീഗിനെതിരായിട്ടോ അല്ല ഈ സംസാരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്ര വർഗീയ ശക്തികൾക്കെതിരെയാണ്. RSS ചെറുക്കപ്പെടേണ്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ ചെറുക്കപ്പെടേണ്ട മറ്റൊരു വിഭാഗമാണ് വെൽഫെയർ പാർട്ടിയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി. നമ്മൾ പരിശോധിച്ച് നോക്കിക്കോളൂ. RSS എന്ന് പറയുന്ന ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ BJP എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്, രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് പിന്നീട് അവർക്ക് രാഷ്ട്രീയത്തിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ പറയുന്ന വെൽഫെയർ പാർട്ടി പോലെയുള്ള പാർട്ടികൾ രൂപീകരിച്ചുകൊണ്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു. പോപ്പുലർ ഫ്രണ്ട് ഇല്ല, NDFകാർ വളരെ കുറച്ചേ ഉള്ളൂ. ഇവരെല്ലാം കൂടെ എവിടേക്ക് ചെന്ന് ചേക്കേറുന്നു? ഈ പറയുന്ന തീവ്രവാദ സ്വഭാവമുള്ള ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഈ മൗമൂദി സംഘടനകളിലേക്കാണ് ചെന്ന് ചേക്കേറുന്നത്. അത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണക്രമത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്ന് UDFർ തിരിച്ചറിയുന്നതേയില്ല. UDFകാർ ഇപ്പം ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരു ഭൂരിപക്ഷ സമുദായം CPMൻ്റെ കൂടെയാണെന്ന് വരുത്തി തീർക്കുകയും തുടർന്ന് ഈ രീതിയിലുള്ള, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുത്തുകൊണ്ട് CPMലേക്ക് വരാനിരിക്കുന്ന അതായത് നല്ല മുസ്ലിം വോട്ടുകളെ എതിർക്കുകയും അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് UDFൻ്റെ ഈ നിലപാടിന് പിന്നിലുള്ളത്. ഇത് തീക്കട്ട കൊണ്ട് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഏർപ്പാടാണ് UDF ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം അവർ പോലും മറന്നു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബാലൻ പറഞ്ഞത്, സഖാവ് AK ബാലൻ പറഞ്ഞത് വളരെ വസ്തുനിഷ്ഠമായ കാര്യമാണ്. നാളെ അത്രത്തോളം UDF എന്ന് പറയുന്ന മുന്നണി തരം താഴും എന്നുള്ളത് തന്നെയാണ് AK ബാലൻ പറഞ്ഞിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള പ്രസ്താവന തന്നെയാണ്. ഞങ്ങൾ എതിർക്കുന്നത് ഒരു സമൂഹത്തെയോ സമുദായത്തെയോ അല്ല, മറിച്ച് ആ സമുദായത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തീവ്ര വർഗീയവാദത്തെയാണ് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അത് അംഗീകരിക്കപ്പെടേണ്ടതുമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.